ഹലോ! അപ്പോൾ സൺഡേ ഈവനിങ് വ്ലോഗാണ് കേട്ടോ ഇന്നത്തെ. അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം ഗ്രോസറി ഷോപ്പിങ്ങിന് വേണ്ടി പോയപ്പോഴത്തേക്കും ഈ മഷ്റൂമിനെ കണ്ടു. അതായത് സാധാരണ നമ്മൾ വാങ്ങിക്കുന്നത് എപ്പോഴും ഈ ബട്ടൺ മഷ്റൂമാണ്. പക്ഷേ ഇപ്രാവശ്യം ചെന്നപ്പോഴത്തേക്കും ദേ ഈ പൂവും കായും ഒക്കെയുള്ള മഷ്റൂമിനെ കണ്ടു. അപ്പോഴാണ് ചേട്ടൻ ഹായ് നൊസ്റ്റു അടിച്ചു. എൻ്റെ തൊടിയിലുള്ള മഷ്റൂമാണ്, പാലക്കാട് പണ്ട് ചേട്ടൻ ഇത് ഒരുപാട് കറി വെച്ച് അമ്മ തന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു വൈ നോട്ട്, അപ്പോൾ പിന്നെ എനിക്ക് ഉണ്ടാക്കി കൂടെ എന്ന് വിചാരിച്ചിട്ട് ഞാനത് അങ്ങ് വാങ്ങിച്ചു. അപ്പോൾ പിന്നെ എക്സ്പയർഡ് ആവുന്നതിന് മുന്നേ അത് കുക്ക് ചെയ്യണമല്ലോ, അതുകൊണ്ട് പിന്നെ സൺഡേ ഈവനിങ് അതായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ദേ ചട്ടി വെച്ചു. ചട്ടിയുടെ അകത്ത് എണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു. പിന്നെ സാധാരണ നമ്മൾ എന്തൊക്കെയാണ് ഒരു കറിക്ക് ഇടുന്നത് ഞാൻ എപ്പോഴും ആലോചിക്കും കേട്ടോ. ഈ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളിയും ഇതൊക്കെ തന്നെ നമ്മൾ മിക്ക കറികൾക്കും ഇടുന്നത്. പിന്നെ കൂട്ടിയും കുറച്ചും പൊടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയും തിരിച്ചു പോകുമ്പോഴത്തേക്ക് എല്ലാ കറികളും ആവും. അപ്പോൾ കുക്കിംഗ് ഇത്രയൊക്കെ പഠിക്കാനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു യുക്തി അനുസരിച്ച് നമുക്ക് ഓരോന്നൊക്കെ ചെയ്യാം. അല്ലാണ്ട് ഇതിനൊന്നും ശരിക്കും ഒരു എന്താ പറയുക, ഒരു മാനുവലൊന്നും തന്ന് ഇതേപോലെ ചെയ്യണം എന്നൊന്നും ഇല്ല. അപ്പം ഞാൻ ഇത് എവിടെ നോക്കി ഒന്നും ചെയ്യുന്നതല്ല, ഞാനങ്ങ് ഏകദേശം ഒരു ഐഡിയ വെച്ചങ്ങ് ചെയ്യുന്നതാണ്. പക്ഷെ നന്നായിട്ട് വന്നു കേട്ടോ. അപ്പം ദേ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകും കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടെ നമ്മുടെ ചട്ടിയിലിട്ടിട്ട് സവാള ഗിരിഗിരിയും കൂടി ഇട്ടിട്ട് ദേണ്ട് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. കുറച്ച് എണ്ണയും കൂടെ ഞാൻ ഒഴിച്ചു വിട്ടു. ആദ്യത്തെ എണ്ണ ഒഴിച്ചത് പോരായിരുന്നു. അപ്പോൾ പിന്നെ നന്നായിട്ടൊന്ന് വാടട്ടെ. ആ സമയം കൊണ്ട് ഞാനൊരു കഥ പറയാം. കഥയല്ല കേട്ടോ, ഒരു കാര്യം പറയാമെന്ന് വിചാരിച്ചു. അതായത് എന്നും ഈ യാത്ര ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് പേരെ പരിചയപ്പെടും കേട്ടോ. നമ്മൾ ഈ സ്ഥിരം യാത്ര ചെയ്യുന്നവരല്ല, പുതിയ പുതിയ മുഖങ്ങളിങ്ങനെ മാറി മറിഞ്ഞ് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ പലരും കുറച്ച് കഥകളൊക്കെ പറയും. ചില സമയത്ത് കഥ കേൾക്കാൻ എനിക്ക് മൂടില്ലാത്തതുകൊണ്ട് ഞാൻ ഹെഡ്സെറ്റും വെച്ച് പാട്ട് കേൾക്കുക, അല്ലെങ്കിൽ കിടന്നുറങ്ങും. പക്ഷേ ചില കഥകളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഒരുപാട് പേരെയാണ് നമ്മൾ ഈ യാത്രയിൽ പരിചയപ്പെടുന്നത്. അപ്പോൾ അവരുടെയൊക്കെ പ്രശ്നങ്ങളും ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മളൊക്കെ നിസാരം, ഇതിൻ്റെ അപ്പുറം കടന്നിട്ടുള്ളവനാണ് ഈ എന്ന് പറയുന്നത് പോലെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. ഈ ഡെയിലി ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെയും അല്ലെങ്കിൽ പ്രയാസങ്ങളിലൂടെയും പോകുന്ന ആൾക്കാരുടെയൊക്കെ കഥകൾ കേൾക്കുമ്പോഴത്തേക്കും നമ്മളൊക്കെ എന്ത് ലക്കിയാണ്, എന്ത് പ്രഷ്യസ് ആണ് നമ്മുടെ ലൈഫ്, അല്ലെങ്കിൽ എന്ത് നമ്മൾ പ്രിവിലേജ്ഡ് ആണെന്നൊക്കെ ഉള്ളത് അപ്പോഴാണ് മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്ക് തീർന്നു, ദ എൻഡ് സിനിമയിലൊക്കെ എഴുതി കാണിക്കുന്ന പോലെ ലൈഫിലങ്ങ് എഴുതി കാണിക്കും. വല്ല കാര്യമുണ്ടോ, ഇതിൻ്റെ അപ്പുറത്തെ പ്രശ്നങ്ങൾ വരാനിരിക്കുന്നു, അതൊക്കെ ആര് നേരിടാനാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ നിസ്സാരമാണ്, ഇതൊക്കെ മേലെ വരാനുണ്ട് എന്ന് വിചാരിച്ച് സിമ്പിളായിട്ട് ലൈഫിന് കാണുക. എല്ലാ പ്രശ്നങ്ങളും നമുക്ക് തന്നെ തീർക്കാവുന്നതേ ഉള്ളൂ. അത്രയ്ക്കുള്ള പവർ ഉണ്ടെന്നേ നമ്മളുള്ളിൽ. അപ്പം ഇനി പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്ക് ഇതാണ് എൻഡെന്നും പറഞ്ഞിരിക്കാണ്ട് ഇതിന് വലുത് വരുമെന്ന് വിചാരിച്ച് വേഗം വേഗം കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്ത് അടുത്തതിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം ഗൈസ്. എല്ലാം സിമ്പിളാണ്, നമ്മൾ മിടുക്കരല്ലേ, അത്രയുള്ള കാര്യം. മോട്ടിവേഷൻ പറഞ്ഞ് ദേണ്ടേൻ്റെ കറി വെച്ച് കഴിഞ്ഞു എന്ന് തോന്നണം. ഇപ്പം ഞാൻ ഇട്ടത് സവാളയാണ്. ബാക്ക് ടു കറി. സവാളയിലേക്ക് നമ്മൾ എന്താ പറയുക, ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല മിക്സ് ചെയ്തു. അതിൻ്റെ അകത്തേക്ക് പൊടികൾ, അതായത് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, കുറച്ച് ചിക്കൻ മസാല, ഉപ്പ്, ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ പൊടികളൊക്കെ ആക്രാന്തം പിടിച്ച് ഒരുപാട് കൂടുതൽ എടുത്ത് നന്നായിട്ട് മസാല കുത്തും. അപ്പോൾ എല്ലാം കുറേശ്ശേ മതി, ഒരു അര സ്പൂണൊക്കെ വീതം മതി കേട്ടോ. പിന്നെ ഞാൻ പച്ചമുളക് ഇട്ടുകൊണ്ട്, പിന്നെ ഞാൻ കുരുമുളകും ഇടുന്നത് കൊണ്ട് കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരു 2 മിനിറ്റ് അടച്ചു വെച്ചപ്പോൾ തന്നെ നല്ലത് ഇത്രയും വെള്ളം വന്നിട്ടുണ്ട്. ഒരു തുള്ളി വെള്ളം ഞാൻ അല്ലാണ്ട് ഒഴിച്ചിട്ടില്ല, മഷ്റൂമിൽ നിന്ന് ഇറങ്ങിയ വെള്ളമാണ് കേട്ടോ. അപ്പം ഇതൊന്ന് വറ്റി വരുമ്പോഴത്തേക്കും തന്നെ സംഭവം കുക്ക്ഡാണ്. ഇത് നമ്മൾ അടച്ച് വെച്ച് ഒരുപാട് നേരം കുക്ക് ചെയ്യരുത്, കാരണം മഷ്റൂമിലേക്ക് മസാല പിടിക്കില്ല. അപ്പോൾ തുറന്ന് വെച്ച് തന്നെ ഇങ്ങനെ ഇളക്കി സെറ്റാക്കുക. വേഗം റെഡിയാവും കേട്ടോ. വെള്ളമൊക്കെ വറ്റി നല്ല റെഡിയായി വരും. അവിടെ വെച്ച് തന്നെ ഈ ഒരു സ്റ്റേജിൽ തന്നെ സ്റ്റോപ്പ് ചെയ്യാം. പക്ഷേ എനിക്ക് വീണ്ടും എന്തൊക്കെയോ ചെയ്യാൻ തോന്നിയിട്ട് ഞാൻ കുറച്ച് ക്രീമും കൂടെ വാരി അതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു. പക്ഷേ നല്ല ടേസ്റ്റായിരുന്നു, ഭയങ്കര റിച്ചായി ഇപ്പോൾ കറി കേട്ടോ. അപ്പം പൊതുവെ എൻ്റെ സേട്ടനാണെങ്കിൽ അങ്ങനത്തെ റിച്ച് തിക്ക് ആയിട്ടുള്ള ഇങ്ങനെ ക്രീം അങ്ങനത്തെ സാധനങ്ങളൊന്നും ചേർക്കുന്ന ഇഷ്ടമില്ല, അല്ലാണ്ട് തന്നെ കഴിക്കണ ഇഷ്ടം. പക്ഷേ ഞാൻ പറഞ്ഞു ഇന്ന് അങ്ങനെ കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ ചേട്ടൻ നന്നായിട്ട് കഴിച്ച് ഇഷ്ടപ്പെട്ടിട്ടോ. അങ്ങനെ ക്രീമും കൂടി ചേർത്തപ്പോഴേക്കും നല്ല റിച്ച് സാധനമായി. ഞാനങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കി. നല്ല എക്സ്പ്രഷനൊക്കെ ഇടുന്നുണ്ട്, കാരണം നന്നാവും ഇത്രയൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു കേട്ടോ. നല്ലതായിരുന്നു. ചൂട് കാരണമാണ് ഇങ്ങനെ ചുളിപ്പിക്കുന്നത് മുഖമൊക്കെ. നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ കുറച്ച് കുരുമുളകും കൂടെ വാരി കൊടുത്തു, അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.